ഉപ്പുമുളകും ഒരു മലയാളം സ്കിറ്റ്കോമാണ്. ഇത് ഫ്ലവേഴ്സിലൂടെ യൂട്യൂബിലൂടെയും പ്രേക്ഷകർക്ക് വളരെയധികം എളുപ്പത്തിൽ ലഭ്യമാകാൻ സാധിക്കും. പ്രേക്ഷകർ ഒരുപാട് ആസ്വദിക്കുന്ന ഒരു പരമ്പരയാണ് ഉപ്പുമുളകും. ഡോക്ടർ ആർ ഉണ്ണികൃഷ്ണനാണ് ആദ്യം ഷോയെ നിർമ്മിച്ചത്. ഈ ഷോ ഒരു സാധാരണ കുടുംബത്തിന്റെ കഥകളാണ് പറയുന്നത്. ബാലചന്ദ്രൻ, നീലിയമ്മ, അവരുടെ ഓർമ്മയിക്കുന്ന കുട്ടികൾ, അങ്ങനെ ഒരുപാട് പേരുടെ കഥ ഈ ഒരു പരമ്പര മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിഷ സാരംഗാണ് ഉപ്പുമുളകിലെ നീലു എന്ന കഥാപാത്രം അവതരിപ്പിച്ചത്. ആളെയും 5 കുട്ടികളെ അമ്മയായ നീലുവിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ ചില വീഡിയോ ക്യാപ്ഷനുകൾ, തലക്കെട്ടുകൾ പ്രേക്ഷകരെ ഞെട്ടിച്ചുവെന്ന് പറയുന്നു. ഇതിൽ ചിലത് വിവാദപരമായ കാര്യങ്ങളാണ്. അഭിഭാഷകരും ആരാധകരുമായി വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതാണ്. ഇതുവരെ പുറത്തു വന്ന വലിയ കാര്യങ്ങളിൽ ചിലത് ഇതിനപ്പുറവുമാണ്. ഉപ്പുമുളകിന്റെ ഒന്നാം, രണ്ടാം, മൂന്നാം സീസണുകളെല്ലാം തന്നെ പല കഥാപാത്രങ്ങളും അഭിനേതാക്കളും സംവിധായകരും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഇതിന്റെ മാറി വന്നിട്ടുണ്ട്. നിഷ സാരംഗ് നേരത്തെ ഡയറക്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണനെതിരെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് ഷോയുടെ സെറ്റിൽ അദ്ദേഹം അവർക്കെതിരെ തെറ്റായ ഒരു പെരുമാറ്റം നടത്തിയെന്നതായിരുന്നു. അപമാന സാഹചര്യങ്ങളെ പറ്റിയും അന്ന് നിഷ സാരംഗ് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ വുമൺ ഇൻ സിനിമ കളക്റ്റീവ് പോലുള്ള സംഘടനകളും പിന്തുണ നൽകി രംഗത്ത് വന്നു. ചാനൽ മാനേജ്മെന്റ് ഇതിനെതിരെ ശക്തമായി തന്നെ നിലപാടെടുത്തു. നീലു എന്ന കഥാപാത്രം തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വലിയ ആരാധകരുള്ള ഒരു സീരിയൽ, സിനിമയെ ബന്ധപ്പെട്ട് സെറ്റ് വിവാദങ്ങൾ എല്ലാം തന്നെ ഒരുപാട് ചൂഷണം ചെയ്യുന്ന സമയമാണിത്. വീഡിയോയുടെ തലക്കെട്ട് പറയുന്നത് പോലെ നിഷ സാരംഗ് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നിഷ സാരംഗ് ഇനി വീണ്ടും ഫ്ലവേഴ്സിന്റെ ഉപ്പുമുളകിലെ വളരെ വലിയൊരു കഥാപാത്രമായി തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഒരേപോലെ കാത്തിരിക്കുന്നത്. കാരണം നീലുവിനെ പോലെ നീലുക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഞങ്ങൾ നിഷ സാരംഗിനെ അല്ലാതെ വേറൊരാളെ നീലുവായി കാണാൻ പോലും സാധിക്കില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. നിങ്ങൾക്ക് നിഷ സാരംഗിനെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷം എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.